ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓണം സ്പെഷ്യൽ പൂരം വറുത്തതാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അവലോസ് പൊടി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൂരം പൊടി, പൂരം വറുത്തത് എന്നൊക്കെയാണ് പറയുക. ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. പൂരം വറുത്തത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കിലോ അളവിൽ പച്ചരിയുടെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇതിനായിട്ട് നമുക്ക് നൈസ് പൊടിയോ അതല്ലെങ്കിൽ നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന ചെറിയ തരിയോട് കൂടിയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വറുക്കാത്ത പച്ചരിപ്പൊടി ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കിലോ അളവിലല്ലേ പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 തേങ്ങ മുഴുവനായിട്ട് ചിരകിയിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് തേങ്ങ ചിര കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു പൂരം പൊടിക്ക് പറയുന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 ചുളച്ചെറികൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കരിഞ്ജീരകമൊക്കെ ചേർത്ത് കൊടുത്താലാണ് പൂരം വറുത്തതിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വറുത്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സമയമെടുക്കും. പിന്നെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടില്ല. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങ ചിരകിയതും പിന്നെ ആ ഒരു ചെറുവിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നനവോട് കൂടിയിട്ട് വേണം കേട്ടോ ഈ ഒരു പൊടിയൊന്ന് നനച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോഴേക്കും തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇതായിട്ട് ഈ ഒരു അരിപ്പൊടിയിലൊക്കെ ഇങ്ങനെ യോജിച്ചിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഡ്രൈ ആയ പോലൊക്കെ തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് നാളികേരമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഈ ഒരു പൊടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് അടുപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വിറകടുപ്പ് ഉണ്ടെങ്കിൽ വിറകടുപ്പിൽ ചെയ്യണതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഈ ഒരു പൊടിയും അതുപോലെ തന്നെ ഉരുളിയൊക്കെ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഈ ഒരു പൊടി നമ്മളൊന്ന് വറുത്തിട്ട് എടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ ഈ ഒരു പൂരം പൊടി ഒന്ന് റെഡി ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. പിന്നെ പൂരം പൊടി വറുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു പണിക്കും നിൽക്കരുത് കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ വേണം ഈ ഒരു പൂരം പൊടി നമ്മൾ വറുത്തിട്ട് എടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. പൂരം പൊടി നമുക്ക് വളരെ പെട്ടെന്നൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കും. പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പക്ഷെ ഇത് വറുത്തിട്ട് എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. എനിക്കിവിടെ ഒരു 3/4 മണിക്കൂറാണ്ടാണ് പൂരം പൊടി റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇത് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കരിഞ്ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് തന്നെ നമുക്ക് അറിയാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. സത്യം പറയാച്ചാൽ അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നാട്ടിൽ ഓർമ്മയാണ് കേട്ടോ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി വെക്കണ ഒരു പലഹാരമാണ് കേട്ടോ ഈ ഒരു പൂരം പൊടി. അതുപോലെ തന്നെ വീട്ടിൽ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തലേദിവസം വരുന്ന ഗസ്റ്റിനൊക്കെ വെച്ച് കൊടുക്കുന്ന പലഹാരങ്ങളിൽ ഒന്നാണ് ഈ ഒരു പൂരം പൊടി. അച്ചപ്പം, കോയലപ്പം, ഉണ്ണിയപ്പം, നെയ്യപ്പം അതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു പൂരം പൊടിയും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അത് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചസാര കൂട്ടിയിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരം പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരം പൊടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് വറുക്കണത് മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടൊക്കെ പോവും. അപ്പോൾ നമ്മുടെ പൂരം പൊടി അഥവാ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു കുപ്പിയിലോ അതല്ലെങ്കിൽ ഒരു ഡപ്പയിലൊക്കെ ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കട്ടൻ ചായ ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ പൂരം പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടാവാതൊക്കെ ഇരിക്കും കേട്ടോ. 1 മാസം വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കും. 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നാളികേരമൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം ചെറിയൊരു കാറലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവണക്കായി മുന്നേ തന്നെ ഉപയോഗിച്ചിട്ടൊക്കെ തീർക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്